കഴിഞ്ഞ ദിവസം റൂൾ 69 വരെയായിരുന്നു നമ്മൾ പറഞ്ഞത് അല്ലേ? ലീവിലിരിക്കെ ഒരു ജീവനക്കാരനും മറ്റൊരു ജോലി സ്വീകരിക്കാൻ പാടില്ല, അതല്ലേ അവസാനം പറഞ്ഞ. എന്നാൽ ഇനി അഥവാ മറ്റൊരു ജോലി സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? പറ. മറ്റൊരു ജോലി സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? മറ്റൊരു ജോലി സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരുടെ അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ വാങ്ങണം. എന്നാൽ ഈ ഒരു നിയമം കാഷ്വൽ ലിറ്റററി വർക്ക്, സർവീസ് ആസ് ആൻ എക്സാമിനർ, അതുപോലെ തന്നെ ആക്സെപ്റ്റൻസ് ഓഫ് ഫോറിൻ സർവീസ്, ഈ 3 കാര്യത്തിനും ബാധകമല്ല എന്നും പറഞ്ഞു. അതാണ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലേ? ശരി. റൂൾ 70 പറയുമ്പോ റൂൾ 65 നമ്മൾ ഒന്നുകൂടെ ഓർമ്മിക്കണം. റൂൾ 65 ഒരിക്കൽ കൂടെ ഓർമ്മിക്കണം. റൂൾ 70 പറയുമ്പോൾ റൂൾ 65 എന്തായിരുന്നു പറഞ്ഞത്? ലീവ് ഒരു ജീവനക്കാരന്റെ അവകാശമല്ല. ലീവ് cannot be claimed as a matter of right. ലീവ് അനുവദിക്കാം, അനുവദിക്കാതിരിക്കാം. ഇനി അനുവദിച്ച ലീവ് റദ്ദ് ചെയ്ത് തിരികെ വിളിക്കുകയും ചെയ്യാം. ഇങ്ങനെ ലീവിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ലീവ് റദ്ദാക്കി അദ്ദേഹത്തെ തിരികെ വിളിക്കാനും ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് അനുവാദമുണ്ട്. ഇനി അങ്ങനെ ഒരു ജീവനക്കാരനെ ലീവിലിരിക്കെ ലീവ് റദ്ദ് ചെയ്ത് തിരിച്ചു വിളിക്കുന്ന ഘട്ടങ്ങളിൽ ഇദ്ദേഹം തിരിച്ചു വരേണ്ടത് ഓപ്ഷനിലാണോ കമ്പൽസറി ആണോ എന്ന് തിരിച്ചു വിളിക്കുന്ന ഉത്തരവിൽ പ്രത്യേകം പറയണം. റൂൾ 65 നമ്മൾ എന്ത് പഠിച്ചു? ആവശ്യമെന്ന് പബ്ലിക് സർവീസിന് അത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യമെന്ന് കണ്ടാൽ ലീവ് റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ തിരികെ വിളിക്കാം. അങ്ങനെ തിരികെ വിളിക്കുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ആ ഉത്തരവിൽ പ്രത്യേകിച്ചു പറയണം എന്ത്? തിരിച്ചു വിളിക്കുന്നത് ഓപ്ഷനിലാണോ അതല്ല കമ്പൽസറി ആണോ എന്ന് പ്രത്യേകം പറയണം. Orders recalling the officer before the expiry of leave should state whether return to duty is optional or compulsory. ഏതൊരു ഉദ്യോഗസ്ഥനെയും ലീവിലിരിക്കെ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോൾ ആ ഉത്തരവിൽ തിരിച്ചു വിളിക്കുന്നത് ഓപ്ഷനിലാണോ കമ്പൽസറി ആണോ എന്ന് പ്രത്യേകം പറയണം. ഇനി ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത് ഓപ്ഷണൽ ആണെങ്കിൽ, നോക്കിയേ, ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത് ഓപ്ഷണൽ ആണെങ്കിൽ he entails no concession. ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒരു കൺസെഷനും ലഭ്യമല്ല. അങ്ങനെ ഒരു ജീവനക്കാരൻ 3 മാസത്തെ ലീവ് എടുത്തു പോയതാണ്. 1 മാസം ലീവ് എടുത്ത് 1 മാസം പൂർത്തിയാകുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന് നോട്ടീസ് വന്നു, എന്ത്? നിങ്ങള് തിരികെ വരണം. പക്ഷേ ആ ഉത്തരവ് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരികെ വരണം, ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, അല്ലെ വരാതിരിക്കാം. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കൺസെഷൻ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 മാസത്തെ ലീവ് എടുത്തു പോയി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം വരാം, ഓപ്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വന്നാൽ ഇപ്പൊ 1 മാസമല്ലേ ലീവ് എടുത്തിട്ടുള്ളൂ, 2 മാസത്തെ ലീവ് റദ്ദാക്കി നിങ്ങളെ ജോലി പ്രവേശിപ്പിക്കാം. അങ്ങനെ റദ്ദാക്കുന്നതോടുകൂടി നിങ്ങളുടെ ലീവ്, നിങ്ങൾക്ക് അനുവദിച്ച ലീവ് തിരിച്ചു തരാം, നമ്മുടെ ക്രെഡിറ്റിലേക്ക് ലീവ് തിരിച്ചു കിട്ടും. ആ ഒരു ഗുണം മാത്രമേ ഉള്ളൂ ഓപ്ഷനിലാണ്. ഓപ്ഷനിലാണെങ്കിൽ there is no concession. ഇനി അതല്ല, ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത്
കമ്പൽസറി ആണെങ്കിൽ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നത് കമ്പൽസറി ആണെങ്കിൽ കമ്പൽസറി ആയിട്ടാണ് ഇദ്ദേഹത്തെ നിങ്ങൾ വന്നേ പറ്റൂ കമ്പൽസറി ആയിട്ടാണ് തിരിച്ചു വിളിക്കുന്നത് എങ്കിൽ ഇദ്ദേഹം തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ എവിടുന്നാണോ ഇദ്ദേഹത്തിന്റെ യാത്ര പുറപ്പെടുന്നത് എന്നു മുതലാണോ ഇദ്ദേഹം യാത്ര പുറപ്പെടുന്നത് അന്നത്തെ ദിവസം മുതൽ ഹീസ് ഓൺ ഡ്യൂട്ടി ഫ്രം ദ ഡേറ്റ് ഓഫ് വിച്ച് ഹി സ്റ്റാർട്ട് ഫോർ ദ സ്റ്റേഷൻ. ഇവിടെ തിരികെ ജോലി പ്രവേശിക്കാൻ എവിടുന്നാണോ ഇദ്ദേഹം എന്നാണോ ഇദ്ദേഹം യാത്ര പുറപ്പെടുന്നത് അന്നു മുതൽ ഇദ്ദേഹം ഡ്യൂട്ടിയിൽ പ്രവേശിച്ചതായി കണക്കാക്കും. ഉദാഹരണത്തിന് ഒരാള് 3 മാസത്തെ കമ്മ്യൂട്ടർ ലീവ് എടുത്ത് ഡൽഹിയിലുള്ള മകളെ സന്ദർശിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ 3 മാസക്കാലം മകളോടൊപ്പം താമസിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഡൽഹിക്ക് പോയത്. 1 മാസം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് നോട്ടീസ് വന്നു, നിങ്ങൾ അടിയന്തരമായി തിരികെ ജോലിയിൽ പ്രവേശിക്കണം. അങ്ങനെ ജോലിയിൽ പ്രവേശിക്കാനുള്ള ഉത്തരവിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് കമ്പൽസറി ആണ്, നിങ്ങളുടെ ലീവ് റദ്ദ് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കേണ്ടത് കമ്പൽസറി ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇദ്ദേഹം അവിടുന്ന് ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെടുന്ന ദിവസം മുതൽക്കു തന്നെ അദ്ദേഹം ഡ്യൂട്ടിയിൽ പ്രവേശിച്ചതായി കണക്കാക്കും. ഇദ്ദേഹത്തിന്റെ റിട്ടേൺ കമ്പൽസറി ആണെങ്കിൽ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി സ്റ്റാർട്ട് ഫോർ ദ സ്റ്റേഷൻ. ഇദ്ദേഹം 1-ാം തീയതിയാണ് അവിടുന്ന് യാത്ര പുറപ്പെടുന്നത്. 1-ാം തീയതി വൈകുന്നേരം 6 മണിക്കുള്ള ട്രെയിനിലാണ് ഇദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. എന്നു മുതൽ ഇദ്ദേഹം ഡ്യൂട്ടിയിൽ പ്രവേശിച്ചായി കണക്കാക്കും? From the date on which he starts for the station. വൈകുന്നേരം 6 മണിക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 1-ാം തീയതിയാണ് ഇദ്ദേഹം യാത്ര പുറപ്പെടുന്നത്. രാത്രി 8 മണിക്കായാലും 9 മണിക്കായാലും ശരി, 1-ാം തീയതി യാത്ര പുറപ്പെടുന്ന അന്നു മുതൽ ഇദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചായി കണക്കാക്കും. ഇയാൾ അവിടെ ഒപ്പിടുന്നുണ്ടോ? ഇല്ല. 1-ാം തീയതി യാത്ര, 2-ാം തീയതി യാത്ര, 3-ാം തീയതി യാത്ര, 4-ാം തീയതി ഇദ്ദേഹം ഓഫീസിലേക്ക് എത്തുന്നുള്ളൂ. എങ്കിൽ പോലും 1-ാം തീയതി ഇദ്ദേഹം തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചതായി കണക്കാക്കും. ഇതാണ് ഇദ്ദേഹത്തിന് കിട്ടുന്ന ഒരു ആനുകൂല്യം. ഇനി അത് മാത്രമല്ല, 2-ാമത്തെ ആനുകൂല്യം എന്ന് പറയുന്നത് എവിടുന്നാണോ ഇദ്ദേഹം യാത്ര പുറപ്പെടുന്നത് അവിടുന്ന് ഇദ്ദേഹത്തിന് ഇങ്ങോട്ട് ട്രാവലിംഗ് അലവൻസ് അനുവദിക്കും. ഇതേ എവിടുന്നാണ് യാത്ര പുറപ്പെടുന്നത്? ഡൽഹിയിൽ നിന്നാണ് യാത്ര പുറപ്പെടുന്നത്. ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള ട്രാവലിംഗ് അലവൻസ് അനുവദിക്കും. സാധാരണഗതിയിൽ ലീവ് എടുത്ത് പോയി തിരികെ ജോലി പ്രവേശിക്കാൻ വരുന്നതിന് ട്രാവലിംഗ് അലവൻസ് കിട്ടുമോ? നോർമൽ കേസിൽ കിട്ടില്ല. ഇതെന്താണ്? കമ്പൽസറി റീകോൾ ആണ്. അങ്ങനെ കമ്പൽസറി റീകോൾ ആണെങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടണം? ട്രാവലിംഗ് അലവൻസ് കിട്ടണം. അടുത്തത് 3-ാമത്തത്. പക്ഷേ he may draw until he join his post leave salary only. ഇനി ഇയാള് ഡൽഹിയിൽ നിന്ന് യാത്ര പുറപ്പെട്ട 1-ാം തീയതി മുതൽ ഡ്യൂട്ടിയായി കണക്കാക്കും. എന്നാണ് ഇദ്ദേഹം തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത്? 4-ാം തീയതിയാണ്. 1-ാം തീയതി ഡ്യൂട്ടി, 2-ാം തീയതി ഡ്യൂട്ടി, 3-ാം തീയതി ഡ്യൂട്ടി, 4-ാം തീയതിയാണ് ഇദ്ദേഹം ഒപ്പിടുന്നുള്ളൂ. 4-ാം തീയതി മുതൽ മാത്രമേ ഇദ്ദേഹത്തിന് ശമ്പളത്തിന് അർഹതയുള്ളൂ. 4-ാം തീയതി മാത്രമേ ശമ്പളത്തിന് അർഹതയുള്ളൂ. 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഇദ്ദേഹത്തിന് നേരത്തെ എന്ത് ലീവ് സാലറി ആണോ ലഭിച്ചുകൊണ്ടിരുന്നത് അത് മാത്രമേ അദ്ദേഹത്തിന് ലഭിക്കൂ. ഫുൾ ശമ്പളം ജോയിൻ ചെയ്ത ഡേറ്റ് മുതൽ.
പക്ഷേ ഇദ്ദേഹം യാത്ര പുറപ്പെട്ട അന്നു മുതൽ ഡ്യൂട്ടിയായി കണക്കാക്കും. അന്ന് ഡ്യൂട്ടിയാണ്. പക്ഷെ കുഴപ്പം എന്താണ്? ഇദ്ദേഹം അവിടുന്ന് യാത്ര പുറപ്പെടുന്നതിന്റെ തലേ ദിവസം വരെ എന്ത് ശമ്പളം, എന്ത് ലീവ് സാലറി ആണോ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അത് അദ്ദേഹത്തിന് തുടർന്നും വാങ്ങിക്കാം. എന്താ ലാഭമുള്ളൂ? തിങ്കളും ചൊവ്വയും 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ലീവ് പോവില്ല. അത് ഡ്യൂട്ടിയെ കണക്കാക്കും. പക്ഷെ ഡ്യൂട്ടിയെ കണക്കാക്കുമെങ്കിലും ആ ദിവസങ്ങൾക്ക് ഫുൾ സാലറി ഇല്ല. പകരം ഇദ്ദേഹം ലീവിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ എന്തായിരുന്നോ, ഏത് ലീവിലായിരുന്നോ ആ ലീവിനുള്ള ലീവ് സാലറി മാത്രമേ ഇദ്ദേഹം തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നത് വരെ കിട്ടുള്ളൂ. കമ്മ്യൂട്ടർ ലീവ് ആയിരുന്നെങ്കിലോ ഫുൾ സാലറി കിട്ടും. ബട്ട് ടു ഡ്രോ അണ്ടിൽ ഹി ജോയിൻ ഹിസ് പോസ്റ്റ് ലീവ് സാലറി. അപ്പൊ കമ്പ്യൂട്ടർ ലീവ് സാലറി എന്തായിരുന്നു? കമ്പ്യൂട്ടർ ലീവ് സാലറി കിട്ടും. ഇദ്ദേഹം ഹാഫ് പേ ലീവ് ആയിരുന്നെങ്കിൽ ഹാഫ് പേ ലീവ് സാലറി കിട്ടും. ഇനി അതല്ല, ഇദ്ദേഹം 1-ാം തീയതി യാത്ര പുറപ്പെടുന്നതിന്റെ തലേ ദിവസം വരെ LWAയിലായിരുന്നെങ്കിൽ 1, 2, 3 LWA സാലറി കിട്ടും. LWAക്ക് സാലറി ഇല്ല. അപ്പൊ റൂൾ 65 പ്രകാരം ഏതെങ്കിലും ഒരു ജീവനക്കാരനെ റീകോൾ ചെയ്താൽ, ലീവ് റദ്ദ് ചെയ്ത് ലീവ് റിവോക്ക് ചെയ്ത് ഒരു ജീവനക്കാരനെ റീകോൾ ചെയ്താൽ, റീകോൾ ചെയ്യുന്ന ഉത്തരവിൽ ഒരു കാര്യം പ്രത്യേകം രേഖപ്പെടുത്തണം. എന്താ കാര്യം? ഓപ്ഷണൽ ആണോ കമ്പൽസറി? യെസ്, റീകോൾ ഓപ്ഷണൽ ആണോ, റീകോൾ ഓപ്ഷണൽ ആണോ, അതല്ല കമ്പൽസറി ആണോ എന്ന് പ്രത്യേകം പറയണം. റീകോൾ ഓപ്ഷനിലാണോ കമ്പൽസറി ആണോ എന്ന് പ്രത്യേകം പറയണം. റീകോൾ ഓപ്ഷനിലാണെങ്കിൽ നോ കൺസെഷൻ. റീകോൾ ഓപ്ഷനിലാണെങ്കിൽ നോ കൺസെഷൻ. ഇനി അതല്ല, റീകോൾ കമ്പൽസറി ആണെങ്കിൽ അദ്ദേഹത്തിന് 3 ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. പറയൂ. ഒന്നാമത്തേത്, യാത്ര തുടങ്ങിയ അന്ന് മുതൽ എവിടുന്നാണോ യാത്ര പുറപ്പെടുന്നത് മുതൽ യാത്ര പുറപ്പെടുന്ന ദിവസം മുതൽ പ്രവേശിച്ചതായി കണക്കാക്കും. 1. പിന്നെയോ ആ യാത്രക്ക് ട്രാവലിംഗ് അലവൻസ് കൊടുക്കും. ആ യാത്രക്ക് ട്രാവലിംഗ് അലവൻസ് കൊടുക്കും. 3-ാമത്തതോ, ജോയിൻ ചെയ്ത അന്ന് മുതൽ ഫുൾ ശമ്പളം കിട്ടും. ജോലിയിൽ പ്രവേശിക്കുന്നവരെ ലീവ് സാലറി മാത്രമേ ലഭിക്കൂ. ഡ്യൂട്ടിയായി കണക്കാക്കും. പക്ഷെ ജോലിയിൽ പ്രവേശിക്കുന്നത് വരെ ലീവ് സാലറി മാത്രമേ ലഭിക്കൂ. ഇത്രയാണ് നമുക്ക് റൂള് 70 ഓർമ്മിക്കാനുള്ളത്. സംശയമുണ്ടോ? ഇല്ല. എനിക്ക് നോക്കിയാൽ, an order was issued to recall an officer who is on leave to return duty compulsory. Then which of the following is correct? താഴെ പറയുന്നതിൽ ഏത് പ്രസ്താവനയാണ് ശരി? പറയൂ. പറയൂ. Is treated as he is mandated to draw traveling allowance from their staff. An order was issued to recall an officer who is on leave to return duty compulsory. Then which of the following statement is correct? Option C. Option C, sorry. C ആണെന്നാ തോന്നുന്നത്. ഡിയോ? D. Option D ആണ് ശരി. C or D. ഏതാ ശരി? സി ആണോ ഡി ആണോ? രണ്ടും ഒരുപോലെ ഇരിക്കുവാണല്ലോ സാറേ. അതെ, സെയിം ഏകദേശം
D ആണെന്ന് തോന്നുന്നു. C or D. Option D. Duties on the D ആണ്. C ഒന്ന് വായിച്ചു നോക്കാം. He is entitled to draw traveling allowance from where he start for the station to which he is ordered. And he is entitled to be treated as duty from the date which he joined duty at the station. അതാണോ ശരി? ഡ്യൂട്ടി പ്രവേശിച്ചാൽ മാത്രമേ ജോലിയിൽ അപ്പൊ D ആയിരിക്കും. D നോക്കാം. He is entitled to be treated as duty from the date on which he start for the station to which he is ordered. രണ്ടിലും സെയിം ആണ്. അടുത്തെന്താ പറയുന്നത്? And to draw traveling allowance under these rules made in this behalf. ആ യാത്രക്ക് ട്രാവലിംഗ് അലവൻസും അനുവദിക്കും. അല്ലേ? അപ്പൊ ഏത് ശരി ഉത്തരം? option D. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഇനി അടുത്തത്, an officer was on eligible leave from 1/4/2018 to 30/6/2018. On 1/6/2018, he received an order at his residence at Malappuram, compulsory recalling him to duty at his office in Trivandrum. After 2 days journey on 2/6/18 and 3/6/18, he reported for duty 4/6/18. What are the benefits available to him for the days of his journey? Option C. Option C. Will be treated as duty, eligible for TA, but only leave salary will be paid. മൂന്നും കറക്റ്റാ. Will be treated as duty. ഇദ്ദേഹം യാത്ര ചെയ്ത സമയം ഡ്യൂട്ടിയായി കണക്കാക്കും. ആ യാത്രക്ക് TA അനുവദിക്കും. പക്ഷെ ലീവ് സാലറി മാത്രമേ അനുവദിക്കുകയുള്ളൂ. റൂൾ 71 നിങ്ങളൊക്കെ ഹെഡ് ഓഫ് ദ ഓഫീസ്, ഹെഡ് ടീച്ചറോ അല്ലെങ്കിൽ സൂപ്രണ്ടോ അങ്ങനെ ഒരു ഓഫീസ് ഹെഡായി മാറുമ്പോൾ നിർബന്ധമായും ഓർമ്മിക്കേണ്ട ഒരു റൂളാണ് റൂൾ 71. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ലീവ് അനുവദിച്ചാൽ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും ഹാഫ് പേ ലീവോ കമ്മ്യൂട്ടർ ലീവോ LW എന്ത് ലീവ് അനുവദിച്ചാലും ശരി, അദ്ദേഹത്തിന് തിരികെ ജോലിയിൽ പ്രവേശിക്കും മുമ്പേ, നിങ്ങളുടെ സ്കൂളിലെ മേശപ്പുറത്തുള്ള ഒപ്പുപട്ടികയിൽ ഒപ്പിടിയിക്കുന്നതിന് മുമ്പേ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങി വെക്കണം. അത് കിട്ടിയതിന് ശേഷം മാത്രമേ രജിസ്റ്ററിൽ ഇദ്ദേഹത്തെ ജോയിൻ ചെയ്യിക്കാവൂ. അങ്ങനെ ഏതെങ്കിലും ഒരു ജീവനക്കാരന് മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ രോഗം കാരണം ലീവ് അനുവദിച്ചു, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിൽ ലീവ് അനുവദിച്ചു, അദ്ദേഹം തിരിച്ച് ഓഫീസിലെത്തി, ഓഫീസിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് വാങ്ങിക്കണം അദ്ദേഹത്തോട്? മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. ആരിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് വാങ്ങിക്കേണ്ടത്? എ മെഡിക്കൽ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സർജൻ. അതാണ് ആരെന്താ വാങ്ങിക്കേണ്ടത്? Assistant surgeon. Not below the rank of assistant surgeon. അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു മെഡിക്കൽ ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം. എ സർട്ടിഫിക്കറ്റ് ഫ്രം എ മെഡിക്കൽ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സർജൻ. From a medical officer not below the rank of assistant surgeon or the director of indigenous medicine.
അതായത് നേരത്തെ വരികയാണെങ്കിൽ പോരെ? ഏ അതായത് നേരത്തെ വരികയാണ്, ലീവിന് മുമ്പേ വരികയാണെങ്കിൽ പോരെ? അല്ല. അയ്യോ, അത് റൂൾ 70 വേറെ മറ്റൊരു റൂളാണ്. ഒരാൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തില് ഓക്കെ ലീവ് പ്രവേശിച്ചാൽ അയാളെ തിരിച്ചു വിളിക്കാൻ കഴിയില്ലല്ലോ. ഓക്കെ ഓക്കെ രോഗിയായി കിടക്കുന്ന ഒരാളെ എങ്ങനെ തിരിച്ചു വിളിക്കാൻ പറ്റില്ല. ഇത് മറ്റൊരു കേസാണ് പറഞ്ഞത്. നിങ്ങളുടെ ഓഫീസിലുള്ള ഒരാൾക്ക് ടൈഫോയിഡ് ബാധിച്ച് ലീവ് അനുവദിച്ചു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ലീവ് അപേക്ഷയോടൊപ്പം മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഹാജരാക്കിയിട്ടുണ്ട് എങ്കിൽ അയാൾ തിരികെ അയാളെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം. അയാൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാലേ അദ്ദേഹത്തെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാവൂ. ആരിൽ നിന്നുള്ള ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം? ഇദ്ദേഹം ഒരു ഗസറ്റഡ് ഓഫീസർ ആണെങ്കിൽ അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഇനി ഇദ്ദേഹം നമ്മളെ പോലെ ഒരു നോൺ ഗസ്റ്റഡ് ഓഫീസർ ആണെങ്കിൽ നോട്ട് എ ഗസ്റ്റഡ് ഓഫീസർ, ഒരു ഗസ്റ്റഡ് ഓഫീസർ അല്ലാത്ത ഉദ്യോഗസ്ഥനാണെങ്കിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മതിയാവും. സാറേ, സ്പെഷ്യൽ കാഷ്വൽ ലീവ് എടുക്കുന്നതിന് ഇത് ബാധകമാണോ? എങ്ങനെ? സ്പെഷ്യൽ കാഷ്വൽ ലീവ് എടുക്കുന്നതിന് ഇത് ബാധകമാണോ? പറഞ്ഞ കാര്യം മറന്നുപോയോ? എന്താന്ന് പറഞ്ഞാൽ കാഷ്വൽ ലീവും സ്പെഷ്യൽ കാഷ്വൽ ലീവിനെയും സംബന്ധിച്ച് KSRലെ റൂൾ 60 ചാപ്റ്റർ 9 റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളൊന്നും ബാധകമല്ല. കാഷ്വൽ ലീവ്, സ്പെഷ്യൽ കാഷ്വൽ ലീവും കോമ്പൻസേഷൻ ലീവും, ഈ 3 ലീവിനെ കുറിച്ചും KSRൽ പറയുന്നത് അപ്പൻഡിക്സ് 7 ആണ്. അപ്പൻഡിക്സ് 7 നമ്മൾ ആ സമയത്തുമ്പോ പറയും. സ്പെഷ്യൽ ഡിസബിലിറ്റി ലീവ് ആണോ സാറേ ഉദ്ദേശിച്ചത്? എന്ത്? അല്ല, ഹിസ്റ്റക്ടമിക്ക് നമ്മൾ ലീവ് എടുത്തപ്പോ ഇനി അതിന് ഫിറ്റ്നസ് കൊണ്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു സാർ. വേണം. നിങ്ങൾ ഫിറ്റ് ആണെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങൾക്ക് ഫിറ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ പിന്നെ ഡോക്ടർ പറയണ്ടേ ഫിറ്റ് ആണെന്ന്? ഹിസ്റ്ററക്ടമി കാരണം നിങ്ങൾ എന്ത് ചെയ്തു? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത് ലീവ് എടുത്തു. എന്ത് വേണം? മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മാത്രമേ നിങ്ങളെ തിരികെ ജോലി പ്രവേശിപ്പിക്കാവൂ. ഇനി ആരിൽ നിന്നുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം? ഗസ്റ്റഡ് ഓഫീസർ ആണെങ്കിൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. ഗസറ്റഡ് ആണെങ്കിൽ അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഒരു ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം. എന്നാ നിങ്ങളൊരു നോൺ ഗസ്റ്റഡ് ഓഫീസർ ആണെങ്കിലോ രജിസ്റ്റേർഡ് മെഡിക്കൽ ഓഫീസർ, ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മതി. ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മതി. ഇനി ഇങ്ങനെ നിങ്ങൾ ഹാജരാക്കുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പി എടുത്തു വെക്കണം. Okay, for this purpose, original certificates of the case should be prepared in duplicate. One copy
ബീങ് റീറ്റെയിൻഡ് ബൈ ദ ഓഫീസർ കൺസേൺഡ്. ഒന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ സൂക്ഷിച്ചു വെക്കണം. ക്ലിയർ ആയോ പറഞ്ഞത്? ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഒരു ജീവനക്കാരൻ അസുഖം ബാധിച്ചു, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ബലത്തിലാണ് ലീവ് എടുത്തത് എങ്കിൽ അദ്ദേഹത്തെ തിരികെ ജോലി പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ അയാളിൽ നിന്ന് എന്ത് വാങ്ങിക്കണം? സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയണം. അത് ഹാജരാക്കാതെ ഒരാളെയും നിങ്ങൾ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. ഇനി അതല്ല, ടീച്ചറെ ഞാൻ നാളെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു തരും, ഇന്ന് ഞാൻ ഒപ്പിടട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന് വന്നതല്ലേ, ജോലി ചെയ്തോ. പക്ഷെ നിങ്ങളെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നത് എപ്പം മാത്രം? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തന്നാൽ മാത്രമേ ഞാൻ സൈൻ ചെയ്യിക്കൂ. ഓക്കെ, ശരി. അടുത്ത എന്താണ്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആയിരുന്നാ വാങ്ങേണ്ടതെന്നാണ്? ഗസ്റ്റഡ് ഓഫീസർ ആണെങ്കിൽ അസിസ്റ്റന്റ് സർജന്റെ റാങ്കിൽ കുറയാത്ത ഡോക്ടർ. നോൺ ഗസ്റ്റഡ് ആണെങ്കിൽ നമ്മളെ പോലെയുള്ള നോൺ ഗസ്റ്റഡ് ഓഫീസർ ആണെങ്കിൽ എനി മെഡിക്കൽ പ്രാക്ടീഷണറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതിയാവും, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മതിയാവും. എങ്കിൽ പറ, the rule which insists production of fitness certificate at the time of rejoining duty after the expiry of leave on medical ground is? പറയൂ, ഏതിലാണ്? None. 71 അല്ലേ? 71 അല്ലേ സാറേ? Option D, none വരും. നണ്ണാണ്. 71 അല്ലേ? പറയൂ. 71. 71 അപ്പൊ ശരി ആൻസർ ഇല്ല, അതുകൊണ്ട് നണ്ണാണ്. സാർ ഒരു സംശയം. ആ, ഇപ്പൊ നമ്മള് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയ അതേ ഡോക്ടർ തന്നെ തരണ്ടേ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്? അയാളെങ്ങാനും മരിച്ചു പോയാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മെഡിക്കൽ ഫിറ്റ്നസ് അല്ല മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നു, 2 ആഴ്ച നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്ന് നിങ്ങൾ വീട്ടിൽ കിടക്കുമ്പോ അതിന്റെ പിറ്റേ ദിവസം ഇയാൾ മരിച്ചു വന്നു ഡോക്ടർ. അപ്പൊ നമ്മള് വേറെ ഡോക്ടറെ വേറെ അപ്പൊ എന്താ ചെയ്യാ? അപ്പൊ എന്താ ചെയ്യാ പറ? വേറെ വാങ്ങിക്കേണ്ടി വരും. മരിക്കൊന്നും വേണ്ട. അയാള് നിങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിനാണ് വാങ്ങിച്ചത്, അയാൾ അങ്ങ് തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. സംഭവിക്കാലോ, മരിക്കൂല. അത് സംഭവിച്ചൂടെ? വേറെ വാങ്ങിക്കേണ്ടി വരും. ആ എന്ന് പറഞ്ഞാൽ ഏത് ഡോക്ടറാണോ ഇദ്ദേഹത്തെ പരിശോധിച്ചത് ഫിറ്റ് ആണോ എന്ന് അയാളുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മതി. ശരി. ഇനി റൂൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി നമ്മളാണോ സാർ എടുത്തു വെക്കേണ്ടത്? ഒരു കോപ്പി, അതെ, ഒരു കോപ്പി ബന്ധപ്പെട്ട ജീവനക്കാരൻ സൂക്ഷിച്ചു വെക്കണം. കാരണം എന്താ? കുറച്ചു കാലം കഴിയുമ്പോൾ അയ്യോ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ തന്നിരുന്നു, അതൊക്കെ ശരി, എന്താ അതിപ്പോ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രയാസം ആർക്കാണ്? നമുക്ക് തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു വ്യവസ്ഥ കൂടി വെച്ചത്. സെയിം സിസ്റ്റം ഓഫ് മെഡിസിൻ തന്നെ വേണമെന്നല്ലേ? എങ്ങനെ പറഞ്ഞേ? സെയിം സിസ്റ്റം ഓഫ് മെഡിസിൻ തന്നെ വേണം. ആയുർവേദ ഡോക്ടറാണ് തന്നതെങ്കിൽ ആയുർവേദ ഡോക്ടർ തന്നെ ഫിറ്റ്നസും തരണം. ഓക്കെ സർ. ഇനി ഒരു ജീവനക്കാരന് ലീവ് അനുവദിച്ചു കൊടുത്തു, 1 മാസത്തെ ലീവ് അനുവദിച്ചു കൊടുത്തു ഒരു ജീവനക്കാരന്.
ആ അനുവദിച്ച ലീവ് തീരുന്നതിന് മുമ്പേ ഇദ്ദേഹത്തിന് ഒരാഗ്രഹം. എന്താ ആഗ്രഹം? ലീവ് ക്യാൻസൽ ചെയ്ത് തിരികെ ജോലിയിലേക്ക് വരണം. ഇദ്ദേഹത്തിന് സ്വന്തം നിലക്ക് വരാൻ പറ്റില്ല. എന്തു വേണം? ആരാണോ ഇദ്ദേഹത്തിന് ലീവ് അനുവദിച്ചു കൊടുത്തത് അദ്ദേഹത്തിന്റെ പെർമിഷനോടുകൂടി മാത്രമേ ഇദ്ദേഹത്തിന് തിരികെ വരാൻ പറ്റൂ. അല്ലെങ്കിൽ ലീവ് കഴിഞ്ഞിട്ടേ വരാൻ പറ്റൂ. ഇങ്ങനെ ഒരു ജീവനക്കാരന് ലീവ് അനുവദിച്ചു കൊടുത്തു. ലീവിലിരിക്കെ അദ്ദേഹത്തിന് ലീവ് റദ്ദ് ചെയ്ത് തിരികെ വരണമെന്ന് ഉദ്ദേശിച്ചാൽ ചെയ്യാം. പക്ഷെ എന്ത് വേണം? He is permitted to do so by the authority which grant him leave. ആരാണോ ലീവ് അനുവദിച്ചത് അയാളുടെ പെർമിഷൻ വാങ്ങണം. ഒരാൾക്ക് അനുവദിച്ച ലീവ് പീരീഡ് കഴിയുന്നതിന് മുമ്പേ ലീവ് ക്യാൻസൽ ചെയ്ത് തിരികെ വരണമെങ്കിൽ എന്ത് വേണം? ലീവ് അനുവദിച്ച ആള് ആ ലീവ് റദ്ദ് ചെയ്ത് തിരികെ പ്രവേശിക്കാനുള്ള അനുവാദം കൊടുക്കണം. അതിന് അപേക്ഷ കൊടുക്കണോ? അതിന് അപേക്ഷ കൊടുക്കണോ ലീവ് ക്യാൻസൽ ചെയ്യാൻ? പിന്നെ അപേക്ഷ കൊടുക്കാതെ എങ്ങനെയാണ്? ഇനി ഒരു ജീവനക്കാരൻ ലീവ് പ്രിപ്പയറേറ്ററി ടു റിട്ടയർമെന്റിലാണ്. അതെന്ത് ലീവാപ്പാ? ഒരു ജീവനക്കാരൻ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റിലാണ്. ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ്. ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 5-ാം മാസമാണ് വരുന്നത്. ഈ 2025 മെയ് 31 റിട്ടയർ ചെയ്യണം. ഒരാള് 2025 മെയ് 31 റിട്ടയർ ചെയ്യണം. ഇദ്ദേഹത്തിന്റെ ക്രെഡിറ്റിൽ കുറെ ലീവ് ഉണ്ട്. ജനുവരി 1 മുതൽ ഇദ്ദേഹം ലീവ് എടുക്കുന്നു. എവിടം വരെ? മെയ് 31 വരെ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 5 മാസം ലീവ് എടുക്കും. അങ്ങനെ മെയ് 31 എന്ത് ചെയ്യാണ്? തിരികെ ജോലിയിൽ പ്രവേശിക്കാതെ അങ്ങ് റിട്ടയർ ചെയ്തു പോവുകയാണ്. അങ്ങനെ റിട്ടയർ ചെയ്യുന്നതിന് അനുവദിക്കുന്ന ലീവാണ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞ് എന്താ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എന്ന് പറഞ്ഞാൽ? റിട്ടയർമെന്റിനോടനുബന്ധിച്ച് ലീവിൽ പ്രവേശിക്കുകയും ലീവിലിരിക്കെ പിരിഞ്ഞു പോകുകയും ചെയ്യുന്നതാണ്. അറിയൂ, ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പം ഒരു ജീവനക്കാരൻ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റിൽ പ്രവേശിച്ചു. ഇങ്ങനെ ഒരു ജീവനക്കാരന് ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് അനുവദിച്ചിരുന്നു. ഈ ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് ക്യാൻസൽ ചെയ്ത് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിച്ചാൽ ഏതായാലും റിട്ടയർ ചെയ്യാൻ പോവാണ്. ഇനി വെറുതെ വരുന്ന ജൂൺ 1-ാം തീയതി മുതൽ വെറുതെ വീട്ടിലിരിക്കണം. ഇപ്പൊ ആണെങ്കിലോ മെയ് 31 വരെയും സ്കൂളിൽ പോവാം. വീട്ടിലിരുന്നിട്ട് വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ലീവ് പ്രിപ്പറേറ്ററി ടു റിട്ടയർമെന്റ് ക്യാൻസൽ ചെയ്ത് അദ്ദേഹത്തിനെ തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കാം. പക്ഷെ അതിനെന്ത് വേണം? ഇദ്ദേഹത്തിന്റെ
അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ വാങ്ങണം. അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ വാങ്ങണം. കൺസെന്റ് ഓഫ് ദ അപ്പോയിന്റിംഗ് അതോറിറ്റി. കൺസെന്റ് ഓഫ് ദ അപ്പോയിന്റിംഗ് അതോറിറ്റി. അപ്പോയിന്റിംഗ് അതോറിറ്റിയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ലീവ് പ്രിപ്പയറേറ്ററി ടു റിട്ടയർമെന്റ് ക്യാൻസൽ ചെയ്ത് തിരികെ വരാൻ കഴിയും. ലീവ് പ്രിപ്പറേറ്ററി ടു സാധാരണഗതിയിൽ ഏത് ലീവും സർ ഈ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ് സർ? ശരിക്കും ഒരു ഡൗട്ട്. വെയിറ്റ് ഏത് ലീവും ആ ലീവ് പീരീഡ് അനുവദിച്ച ലീവ് പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പേ തിരികെ വരണമെങ്കിൽ ആരുടെ പെർമിഷൻ മതി? ലീവ് അനുവദിച്ച യെസ്, ലീവ് സർ ഈ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ് സർ? സർ ഈ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്ന ആരാണ് സർ? സർ ഈ അപ്പോയിന്റിംഗ് അതോറിറ്റി എന്ന് പറയുന്നത് ആരെ ഉദ്ദേശിക്കുന്നത്? DG ആണോ അല്ലെങ്കിൽ DPI ആണോ? പറയട്ടെ. DD. ഇനി ലീവ് പ്രിപ്പയറേറ്ററി ടു റിട്ടയർമെന്റ് പ്രവേശിച്ച ഒരു വ്യക്തിക്ക് ആ ലീവ് പ്രിപ്പയറേറ്ററി ടു റിട്ടയർമെന്റിലുള്ള ലീവ് റദ്ദ് ചെയ്ത് തിരികെ വരണമെങ്കിൽ കൺസെന്റ് ഓഫ് ദ അതോറിറ്റി എംപവേർഡ് ടു അപ്പോയിന്റ് ഹിം. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യാൻ അധികാരമുള്ള അധികാരിയുടെ പെർമിഷൻ വാങ്ങണം. ഗവൺമെന്റ് സ്കൂളുകാരില്ലേ ഇതില്ലേ? നിങ്ങൾക്ക് നിയമനം കിട്ടിയ അപ്പോയിന്റ്മെന്റ് ഓർഡറിൽ സൈൻ ചെയ്തത് ആരായിരുന്നു? DD. ടീച്ചേഴ്സിന് LP, UP, ഹൈസ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അപ്പോയിന്റിംഗ് അതോറിറ്റി DD ആണ്. DDയുടെ പെർമിഷൻ വാങ്ങണം. എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അപ്പോയിന്റിംഗ് അതോറിറ്റി മാനേജറാണ്. അപ്പൊ മാനേജറുടെ പെർമിഷൻ വേണം. എന്തിന്? ലീവ് പ്രിപ്പയറേറ്ററി ടു റിട്ടയർമെന്റ് റദ്ദ് ചെയ്ത് തിരികെ വരാൻ. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി. ഇനി no formal cancellation of the unexpired portion of leave is necessary when an officer returned to duty before the expiry of his leave. എന്താ? ഒരു ജീവനക്കാരൻ ലീവ് പീരീഡ് അവസാനിക്കുന്നതിന് മുമ്പേ ലീവ് ക്യാൻസൽ ചെയ്ത് തിരികെ പ്രവേശിക്കുന്നതിന് എന്താവശ്യമില്ല? No formal cancellation of the unexpired portion of leave is necessary. No formal cancellation of unexpired portion of leave is necessary. Unexpired portion of leave ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള ഒരു ഫോർമൽ ഉത്തരവ് ആവശ്യമില്ലാത്തതാണ്. ഒരു ഗസ്റ്റഡ് ഓഫീസറുടെ ലീവ് ക്യാൻസൽ ചെയ്ത് ഉത്തരവ് എഫക്റ്റിൽ വരുത്തുന്നത് ഓഡിറ്റ് ഓഫീസറാണ്. In the case of non-guested officers, head of the office ആണ് എന്താ? Head of the office ആണ് എന്ത്? Unexpired portion of leave ക്യാൻസൽ ചെയ്ത് നൽകേണ്ടത്. എന്താ പറഞ്ഞ? ഒരു അൺഅവൈൽഡ് പോർഷൻ ഓഫ് ലീവ് ക്യാൻസൽ ചെയ്യുന്നതിന് എന്ത് ആവശ്യമില്ല? നോ ഫോർമൽ ക്യാൻസലേഷൻ ഈസ് നെസറി. സാധാരണഗതിയിലുള്ള ഒരു നോർമൽ ക്യാൻസലേഷന്റെ ആവശ്യമില്ലാത്തതാണ്. ഗസ്റ്റഡ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം, ഗസറ്റഡ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം
അൺഎക്സ്പയർഡ് പോർഷൻ ഓഫ് ലീവ് ക്യാൻസൽ ചെയ്ത ഉത്തരവ് എഫക്റ്റിൽ വരുത്തേണ്ടത് ആരാണ്? ഓഡിറ്റ് ഓഫീസറാണ്. സാർ ഉത്തരവ് എഫക്റ്റിൽ വരുത്താന്ന് വെച്ചാൽ എന്താ? ഉത്തരവ് എഫക്റ്റിൽ വരുത്താന്ന് വെച്ചാൽ എന്താ? അനുവദിച്ചുകൊണ്ട്, ക്യാൻസലേഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് പറഞ്ഞത്. അതിന് റിട്ടേൺ ആയിട്ട് ഡോക്യുമെന്റ്സ് എന്തെങ്കിലും എഴുതി വെക്കേണ്ടതുണ്ടോ? എങ്ങനെ? റിട്ടേൺ ആയിട്ട് എന്തെങ്കിലും അതിന് ഫോമുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതി വെക്കേണ്ടതുണ്ടോ? അവരുടെ സർവീസ് ബുക്കില് അൺഎക്സ്പയർഡ് പോർഷൻ ഓഫ് ലീവ് ക്യാൻസൽ ചെയ്തു എന്ന് രേഖപ്പെടുത്തിയാൽ മതി. അതല്ലാതെ ഇത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞൊരു ഫോർമൽ ക്യാൻസലേഷൻ ഉത്തരവ് ഇറക്കേണ്ടതില്ല. അൺഎക്സ്പയർഡ് പോർഷൻ ഓഫ് ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക ഉത്തരവ് ഇറക്കണമെന്നില്ല. ഫോർമൽ ക്യാൻസലേഷൻ ഉത്തരവ് എന്ത് മതി? ക്യാൻസലേഷന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. സർവീസ് ബുക്കിൽ എഴുതിയാൽ മതി അല്ലേ? മതി. ശരി, ഗസ്റ്റഡ് ഓഫീസർമാരെ സംബന്ധിച്ചിടത്തോളം ഈ ക്യാൻസലേഷൻ എഫക്റ്റിൽ വരുത്തേണ്ടത് ആരാണ്? ഓഡിറ്റ് ഓഫീസർ മീൻസ് അക്കൗണ്ട് ജനറൽ ആണ്. ഓഡിറ്റ് ഓഫീസർ മീൻസ് അക്കൗണ്ട് ജനറൽ. ഇനി നോൺ ഗസ്റ്റഡ് ഓഫീസർമാരുടെ അൺഅവൈൽഡ് പോർഷൻ ഓഫ് ലീവ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഉറപ്പടിക്കേണ്ടത് ഹെഡ് ഓഫ് ദ ഓഫീസാണ്. ഹെഡ് ഓഫ് ദ ഓഫീസാണ്. പലർക്കും സംശയമുള്ള ഒരു റൂളാണ് റൂൾ 73. ഏതൊരു ലീവും മറ്റൊരു ലീവിനോടൊപ്പം ചേർത്തോ തുടർച്ചയായോ അനുവദിക്കാവുന്നതാണ്. അങ്ങനെ ഏതൊരു ലീവും മറ്റൊരു ലീവിനോടൊപ്പം തുടർച്ചയായോ ചേർത്തോ അനുവദിക്കാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരാള് 10 ദിവസം കമ്മ്യൂട്ടർ ലീവ് എടുക്കുന്നു. അതിന്റെ തുടർച്ചയായി 10 ദിവസത്തെ ഹാഫ് പേ ലീവിന് അപേക്ഷിക്കുന്നു. അതിന്റെ തുടർച്ചയായി 10 ദിവസത്തെ LWAക്ക് അപേക്ഷിക്കുന്നു. അതിന്റെ തുടർച്ചയായി 180 ദിവസം മെറ്റേണിറ്റി ലീവും അപേക്ഷിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ഒറ്റ ലീവ് ഫോമിൽ തുടർച്ചയായി അനുവദിക്കാൻ പറ്റുമോ ഇല്ല എന്നാണ് ചോദ്യം. എന്താ നിങ്ങളുടെ അഭിപ്രായം? പറയൂ. പറ്റുമോ? പറ്റില്ല. കമ്മ്യൂട്ടർ ലീവ്, അതിന്റെ തുടർച്ചയായി ഹാഫ് പേ ലീവ്, അതിന്റെ തുടർച്ചയായി LWA, പിന്നെ അതിന്റെ കൂടെ മെറ്റേണിറ്റി ലീവ്, ഇത് പറ്റുമോ? ഇല്ല. ഇല്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിലും പക്ഷെ റൂൾ 73 പ്രകാരം അങ്ങനെ ഏത് ലീവും മറ്റൊരു ലീവിനോടൊപ്പം ചേർത്തോ തുടർച്ചയായോ എടുക്കാവുന്നതാണ്. ഒരേ ഫോമിൽ എഴുതിയിട്ടോ? ഒറ്റ ഫോമിൽ എഴുതിയിട്ട്. Any kind of leave under these rules may be granted in combination with or in continuation of any other kind of leave. പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഏത് ലീവും മറ്റൊരു ലീവുമായി കമ്പൈൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻ കണ്ടിന്യൂഷൻ, ഒരു ലീവിന്റെ കണ്ടിന്യൂഷനായി അടുത്ത ലീവ്, അതിന്റെ കണ്ടിന്യൂഷനായി അടുത്ത ലീവ്, അങ്ങനെ അനുവദിക്കാം റൂൾ 73 പ്രകാരം. ഏത് ലീവും മറ്റൊരു ലീവിനോട് തുടർച്ചയായോ കണ്ടിന്യൂസ് ആയോ അനുവദിക്കാവുന്നതാണ്. CL ലീവാണോ?
അല്ല, നമ്മളിവിടെ എന്താണ് കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ ഇൻ കണ്ടിന്യൂഷൻ അനുവദിക്കാന്ന് പറഞ്ഞത്? കമ്മ്യൂട്ടർ ലീവ്, ലീവിനെ ലീവ്, LW. ലീവിനെ കുറിച്ചാണ് പറഞ്ഞത്. കാഷ്വൽ ലീവ് അല്ലെങ്കിൽ CL ലീവ് അല്ല. അതുകൊണ്ട് തന്നെ ഈ നിയമം ബാധകമല്ല. ഞാൻ ആദ്യ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, റൂൾ 61 മുതൽ 124 വരെയുള്ള ഒരു റൂളിലെയും വ്യവസ്ഥ കാഷ്വൽ ലീവിന് ബാധകമല്ല. ഓക്കെ. അപ്പൊ ഏത് ലീവും മറ്റൊരു ലീവിനോട് ചേർത്തോ തുടർച്ചയായോ അനുവദിക്കാവുന്നതാണ്. എന്നാൽ ഇത് പ്രധാനമാണ്. അപ്പൻഡിക്സ് 12, അപ്പൻഡിക്സ് 12, 12B, 12C, 12C ഈ പറഞ്ഞ ഒരു ലീവും മറ്റൊരു ലീവിനോട് ചേർത്തോ തുടർച്ചയായോ എടുക്കാൻ പാടില്ല. ഇങ്ങനെ ആദ്യം എന്താ പറഞ്ഞു വെച്ചത്? ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ആദ്യം എന്ത് പറഞ്ഞു വെച്ചു? ഏതൊരു ലീവും മറ്റൊരു ലീവിനോട് ഏതൊരു ലീവും കമ്പൈൻ മറ്റൊരു ചെയ്ത് ലീവിനോടൊപ്പം അല്ലെങ്കിൽ തുടർച്ചയായോ ഇൻ കണ്ടിന്യൂഷൻ ലീവ് എടുക്കാവുന്നതാണ്. രണ്ടാമത് എന്ത് പറഞ്ഞു? അപ്പൻഡിക്സ് 12A, അപ്പൻഡിക്സ് 12Aയുടെ കൂടെ ഒരു ലീവും ചേർത്തെടുക്കാൻ പറ്റില്ല. എന്തായിരുന്നു അപ്പൻഡിക്സ് 12A എന്ന് പറഞ്ഞാൽ? സ്വദേശത്തോ വിദേശത്തോ ജോലി സ്വീകരിക്കാനുള്ളതാണ് അപ്പൻഡിക്സ് 12A. യെസ്, വാട്ട് ഈസ് അപ്പൻഡിക്സ് 12B? 12B എന്തിനുള്ളതാണ്? സ്റ്റഡി പർപ്പസ്. യെസ്, 2 വർഷത്തെ സർവീസ് ഇല്ലാത്തവർക്ക് സ്റ്റഡി പർപ്പസിന് പോകാൻ അനുവദിക്കുന്ന LW ആണ് അപ്പൻഡിക്സ് 12B. 12C ഈ 3 ലീവിനോടൊപ്പം ഒരു ലീവും ചേർത്ത് അനുവദിക്കാൻ പാടില്ല. അപ്പൻഡിക്സ് 12A കൂടെ മുമ്പോ പിമ്പോ മറ്റൊരു ലീവ് വരാൻ പാടില്ല. അപ്പൻഡിക്സ് 12Bയുടെ മുമ്പോ പിമ്പോ മറ്റു ലീവ് വരാൻ പാടില്ല. അപ്പൻഡിക്സ് 12Cയുടെ മുമ്പോ പിമ്പോ മറ്റൊരു ലീവ് വരാൻ പാടില്ല. എന്നാൽ മൂന്നാമത് പറഞ്ഞു വെച്ചത് അങ്ങനെയൊക്കെയാണെങ്കിലും ലീവ് അണ്ടർ അപ്പൻഡിക്സ് 12A and 12C may be granted in combination with. എന്നാൽ അപ്പൻഡിക്സ് 12Aയും അപ്പൻഡിക്സ് 12Bയും 12Cയും വേണമെങ്കിൽ പരസ്പരം ചേർത്തെടുക്കാം. ഏത് ലീവും മറ്റൊരു ലീവിനോട് തുടർച്ചയായോ കമ്പൈൻ ചെയ്തോ ഇൻ കണ്ടിന്യൂഷൻ ആയോ എടുക്കാവുന്നതാണ്. എന്നാൽ അപ്പൻഡിക്സ് 12A, അപ്പൻഡിക്സ് 12B, അപ്പൻഡിക്സ് 12C ഈ 3 ലീവിനോട് ഒരു ലീവും ചേർത്തെടുക്കാൻ പറ്റില്ല. എന്നാൽ മൂന്നാമത് പറയുന്നത് എന്താണ്? അപ്പൻഡിക്സ് 12A, അപ്പൻഡിക്സ് 12Aയും അപ്പൻഡിക്സ് 12Cയും പരസ്പരം ചേർത്തെടുക്കാവുന്നതാണ്. അതെങ്ങനെയായിരിക്കും എടുക്കാമെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ? അപ്പൻഡിക്സ് 12Aയും അപ്പൻഡിക്സ് 12Cയും എങ്ങനെ ചേർത്തെടുക്കാം? വിദേശത്തുള്ള സ്പൗസിനോടൊപ്പം. രണ്ടും വിദേശത്ത്, ഒന്ന് ജോലിക്കും ഒന്ന് സ്പോർട്സിനോട് ജോയിൻ ചെയ്യാൻ. അപ്പൊ രണ്ടും വിദേശത്തേക്ക് വിദേശത്ത് പോയി ജോലി ചെയ്യാൻ വ്യത്യസ്ത ലീവാണെന്ന് അറിയാവോ? അപ്പൻഡിക്സ് 12Cയും അപ്പൻഡിക്സ് 12Aയും അല്ലെങ്കിൽ അപ്പൻഡിക്സ് 12Aയും അപ്പൻഡിക്സ് 12Cയും എങ്ങനെ പരസ്പരം ചേർത്തെടുക്കാം എന്നാണ് എന്റെ ചോദ്യം. വിദേശത്തുള്ള സ്പൗസിനോടൊപ്പം വിദേശത്ത് പോയി ജോലി ചെയ്യാൻ. രണ്ടാള് ഈ ലീവ് എടുക്കുന്ന കാര്യത്തെ കുറിച്ചല്ല പറഞ്ഞത്. ടീച്ചർ പറഞ്ഞത് ഭർത്താവ് അപ്പൻഡിക്സ് 12Aയും ഭാര്യ അപ്പൻഡിക്സ് 12Cയും എടുത്തിട്ട് പോകുന്നു എന്നല്ലേ? അങ്ങനല്ലല്ലോ ടീച്ചർ പറഞ്ഞേ. അല്ല, വിദേശത്തുള്ള ഭർത്താവിനോടൊപ്പം ചേർന്ന് അവിടെ പോയി ജോലി ചെയ്യാൻ. ഏതാണ്ട് വന്നു. ഭർത്താവ് ജോലി ചെയ്യുന്നതല്ലല്ലോ പറയുന്നത് ടീച്ചറെ. ഭർത്താവ് പഠനത്തിന് അപ്പൻഡിക്സ് 12Aയും അപ്പൻഡിക്സ് 12Cയും പരസ്പരം ചേർത്തെടുക്കാം. ഞാൻ ഒരു ഉദാഹരണം പറയാം. ടീച്ചർ പറഞ്ഞ പോലെ ഭർത്താവ്
വിദേശത്തെ ഒരു കമ്പനിയാണ്. ഇവിടെ AE ഓഫീസിൽ ജോലി ചെയ്യുന്ന ക്ലാർക്കിന് അവരോടൊപ്പം ഒരു 2 അല്ലെങ്കിൽ ഒരു 5 വർഷം താമസിക്കണം വിദേശത്ത്. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ബോറടിക്കുന്നു, ശമ്പളം ഇല്ലെങ്കിലും കുഴപ്പമില്ല, അയാൾ അടുത്ത് പോയി നിൽക്കാന്ന് വിചാരിച്ചു. അപ്പൻ ഏത് ലീവ് എടുക്കണം? 12C എടുക്കുക. 12C എടുത്ത് പോണം. കാരണം എന്താ? ജോയിൻ സ്പൗസ് ആണ് ഉദ്ദേശം, ജോലി ചെയ്യാനല്ല. ജോയിൻ സ്പൗസ് ആണ്. അപ്പം 12C പ്രകാരം തന്നെ ലീവിന് അപേക്ഷിക്കണം. സാങ്ഷൻ ചെയ്താലേ പോകാൻ പറ്റൂ. അങ്ങനെ സാങ്ഷൻ ചെയ്ത് പോയി. 1 വർഷക്കാലം നല്ല സുഖം ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ ഇവർക്ക് തോന്നി ഇത് മഹാബോറാണ്, എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. അവര് ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ചു. 12C പ്രകാരമുള്ള ലീവ് എടുത്ത് പോയിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ജോലി ചെയ്യാൻ ഉദ്ദേശം വന്നാൽ അവരുടെ 12C റദ്ദ് ചെയ്യിച്ച് 12Aയിലേക്ക് മാറണം. അതിനയാൾ ഇവിടെ തിരികെ വന്ന് ജോലിയിൽ പ്രവേശിക്കേണ്ടതില്ല. 12Cയുടെ തുടർച്ചയായി 12A അനുവദിച്ചു വാങ്ങാവുന്നതാണ്. അതിന് 12C റദ്ദ് ചെയ്യണം അല്ലേ? പിന്നെ എങ്ങനെ ഒരേ സമയം 2 ലീവ് അനുവദിക്കോ? ഒരേ സമയം 2 ലീവ് അനുവദിക്കുമോ? ഒരേ കാലയളവിൽ 2 ടൈപ്പ് ഓഫ് ലീവ് ഒരാൾക്ക് തന്നെ അനുവദിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് 12C റദ്ദ് ചെയ്ത് 12Aയിലേക്ക് മാറണം എന്ന് പറഞ്ഞു. ഇപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളുടെ നോട്ടിൽ 3 പോയിന്റ് ഉണ്ടാവണം. ഒന്ന്, ഏത് ലീവും മറ്റൊരു ലീവിനോട് ചേർത്തോ തുടർച്ചയായോ എടുക്കാവുന്നതാണ്. ഒരു പോയിന്റ് അതാണ്. രണ്ടാമത്തത്, അപ്പൻഡിക്സ് 12A, അപ്പൻഡിക്സ് 12B, അപ്പൻഡിക്സ് 12C ഈ 3 ലീവിനോടൊപ്പം ഒരു ലീവും ചേർത്തെടുക്കാൻ പാടില്ല. മൂന്നാമത് പറയുന്നത് അപ്പൻഡിക്സ് 12A ഒക്കെ മേലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും 12Aയും 12Cയും പരസ്പരം ചേർത്തെടുക്കണം. അപ്പൻഡിക്സ് 12Aയും അപ്പൻഡിക്സ് 12Cയും പരസ്പരം ചേർത്തെടുക്കാവുന്നതാണ്. ഇനി മടുത്തോ? ഇല്ല സാർ. ഇതുകൂടെ പറയട്ടെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഓക്കെ സാർ. ഒരാൾക്ക് 2000 ഒരാൾക്ക് 2025 മാർച്ച് 1 മുതൽ ജൂൺ 30 വരെ ഹാഫ് പേ ലീവ് എടുക്കണം. ഹാഫ് പേ ലീവ് എടുക്കണം. (2025) മാർച്ച് 1 മുതൽ ജൂൺ 30 വരെ ഹാഫ് പേ ലീവ് എടുക്കണം. മാർച്ച് മാസത്തിൽ എത്ര ദിവസമുണ്ട്? മാർച്ചില് 31. മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, മെയ് 31, ജൂൺ 30. ഇത്രയും കാലമാണ് ലീവ് എടുക്കുന്നത്. 2025 മാർച്ച് 1 മുതൽ ജൂൺ 30 വരെ ഇദ്ദേഹത്തിന് ലീവ് എടുക്കണം. ഇദ്ദേഹം എത്ര ദിവസം ലീവ് എടുക്കണം എന്നാണ് ചോദ്യം.
2025 മാർച്ച് 1 മുതൽ ജൂൺ 30 വരെ ഒരു ടീച്ചർക്ക് ലീവ് എടുക്കണം. 2025 മാർച്ച് 1 മുതൽ ജൂൺ 30 വരെ ഒരു ടീച്ചർക്ക് ലീവ് എടുക്കണം. എത്ര ദിവസം ലീവ് എടുക്കണം? 122. 22 ദിവസം ഹാഫ് ഡേ ലീവ് എടുക്കണം. വേറെന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? വെക്കേഷൻ സ്റ്റാഫ് അല്ലേ? വെക്കേഷൻ സ്റ്റാഫാണ്. അപ്പോ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് ഒഴിവാവില്ലേ? അതിന്റെ കണക്ക് ഇതിൽ പെടുന്നതാണോ? ടീച്ചറാണ്, വെക്കേഷൻ സ്റ്റാഫാണ്. പറയൂ. 61 ദിവസം ഒരു ലീവിന്റെ തുടർച്ചയായി മറ്റൊരു ലീവ് എടുത്തൂടെ? എങ്ങനെ? ഒരു ലീവിന്റെ ഏപ്രിലും മെയ്യും ഒഴിവാക്കി എടുത്തൂടെ? സാർ ചോദിച്ചാൽ എനിക്ക് മനസ്സിലായില്ല. പറയൂ. മാർച്ച് 31 ജോയിൻ ചെയ്യാതെ വെക്കേഷൻ കിട്ടുമോ? അതാണ് ചോദ്യം. ഇയാള് മാർച്ച് 1 ലീവും തന്നു പോയതാണ്. പിന്നെ ജൂലൈ 1 വരുന്നത്. വെക്കേഷൻ ലീവിൽ പോവും. വെക്കേഷൻ ലീവ് ആവും. അങ്ങനെയാകുമ്പോ 122 ദിവസം ലീവ് എടുക്കണം അല്ലേ? 61 കമ്മ്യൂട്ടർ ലീവ് എടുത്താ പോരെ? എങ്ങനെ 61 കമ്മ്യൂട്ടർ ലീവ് എടുത്താ പോരെ? കമ്പ്യൂട്ടർ ലീവ് ആക്കുക. 61 ദിവസം കമ്പ്യൂട്ടർ ലീവ് എടുത്താൽ എങ്ങനെയാ അത്? അത് രണ്ടും രണ്ട് വ്യത്യസ്ത മാസങ്ങളിലല്ലേ സാർ വരും? അപ്പോ മാർച്ച് 31 വരെ 61 ദിവസം കമ്പ്യൂട്ടർ ലീവ് എടുത്തോണ്ട് എന്താ വിശേഷം? ഇദ്ദേഹത്തിന് മുഴുവൻ ശമ്പളം കിട്ടണം എന്നാണെങ്കിൽ 122 ദിവസത്തെ കമ്പ്യൂട്ടർ ലീവ് എടുക്കണ്ടേ? 122 ദിവസം ഹാഫ് പേ ലീവ് എടുക്കുന്നതിന് പകരം ഫുൾ സാലറി കിട്ടണമെങ്കിൽ 244 122 കമ്പ്യൂട്ടർ ലീവ് എടുത്താ പോരെ? എന്ന് പറഞ്ഞാൽ 244 ഹാഫ് പേ ലീവ് കുറയും. അത്രയും ലീവ് ഇല്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം 122 ദിവസം ഹാഫ് പേ ലീവ് എടുത്തത്. പക്ഷേ എന്റെ സ്കൂളിലെ ടീച്ചറാണ് ഇങ്ങനൊരു ലീവ് അപേക്ഷ തന്നത് എങ്കിൽ അവര് 61 ദിവസം ലീവ് എടുത്താൽ മതി. 61 ദിവസം ലീവ് എടുത്താൽ മതി. എന്താവശ്യമില്ല? 122 ദിവസത്തെ ഹാഫ് പേ ലീവ് എടുക്കേണ്ടതില്ല. 61 ദിവസത്തെ ഹാഫ് പേ ലീവ് മാത്രം എടുത്താൽ മതി. മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെയും ജൂൺ 1 മുതൽ മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെയുള്ള 31 ദിവസം, ജൂൺ 1 മുതൽ ജൂൺ 30 വരെയുള്ള 31 ദിവസം, 61 ദിവസത്തെ ലീവ് എടുക്കണ്ടു. ഏപ്രിൽ മെയ് ദിവസങ്ങളിൽ ഇദ്ദേഹം ലീവ് എടുക്കേണ്ടതില്ല. ശരിയാവുമോ? ശരിയാവുമോ? ശരിയാകും. ഇങ്ങനെ ശരിയാവും. മാർച്ച് 31 ജോയിൻ ഏതൊരു ലീവും മറ്റൊരു ലീവിനോടൊപ്പം തുടർച്ചയായോ ചേർത്തോ എടുക്കാവുന്നതാണ്. ഇവിടെ ഏതൊരു ലീവും മറ്റൊരു ലീവിനോടൊപ്പം ചേർക്കാൻ ഇവിടെ ഹാഫ് പേ ലീവ് മാത്രമല്ലേ എടുത്തിട്ടുള്ളൂ, മറ്റൊരു ലീവ് എടുത്തിട്ടില്ലല്ലോ. ഇല്ല സാർ. ഓക്കെ. ഇവിടെ ഏപ്രിൽ മെയ് വെക്കേഷൻ ദിവസങ്ങൾ, അതായത് മാർച്ച് 1 മുതൽ മാർച്ച് 31 വരെ ലീവ് എടുത്തു.
ജൂൺ 30 മുതൽ ജൂൺ 31 വരെ ജോയിൻ ചെയ്യാതെ ലീവ് തുടർന്നു. അങ്ങനെയാകുമ്പം ഏപ്രിൽ മെയ്യിലെ വെക്കേഷൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളത് മാത്രമാണ് സംശയത്തിനിട. വന്നില്ലെങ്കിൽ കിട്ടൂല. വെച്ചത് ഒന്നുകിൽ പൂട്ടുന്ന ദിവസം ഒപ്പിടണം, അതല്ലെങ്കിൽ തുറക്കുന്ന ദിവസം ഒപ്പിടണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇല്ലെങ്കിൽ വെക്കേഷൻ മുഴുവൻ പോയി പോവും, മുഴുവൻ ലീവ് എടുക്കണം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അല്ലേ? അങ്ങനെയല്ലേ? എന്നാ അത് തീർത്തും തെറ്റാണ്. റൂൾ 73 ഗവൺമെന്റ് ഡിസിഷൻ 1 പ്രകാരം ഏതൊരു ലീവ് പീരീഡിന്റെയും ഇടയിൽ ഒരു വെക്കേഷൻ വന്നാൽ, അതായത് ഇദ്ദേഹം ലീവ് എടുക്കുന്ന എന്ന് മുതലാണ്? 1/3/2025 മുതൽ 30/6/2025 വരെയാണ് ഇദ്ദേഹം ലീവ് എടുക്കുന്നത്. അപ്പൊ 1/3/25 മുതൽ 30/6/25 വരെയുള്ള ഈ ലീവ് പീരീഡിനിടയിൽ ഒരു വെക്കേഷൻ വന്നാൽ ആ വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാവുന്നതാണ്. എന്താ ഇന്റർവെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ? ഇടയിൽ നിന്ന് എടുത്തു മാറ്റാവുന്നതാണ്. 1/3/2025 മുതൽ 30/6/2025 വരെയുള്ള ലീവ് പീരീഡിന്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? 1/4/25 മുതൽ 31/5/25 വരെ ഉള്ള വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാവുന്നതാണ്, എടുത്തു മാറ്റാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ലീവ് 1/3/25 മുതൽ 31/3/25 വരെയും 1/6/25 മുതൽ 30/6/25 വരെയും ഉള്ള ലീവ് മാത്രമായി ഇത് മാറും. ദാറ്റ് മീൻസ് 61 ദിവസം ലീവ് എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു ലീവ് പീരീഡിനിടയിൽ ഒരു വെക്കേഷൻ വന്നാൽ ആ വെക്കേഷൻ അതിൽ നിന്ന് എടുത്തു മാറ്റാം. അതങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഇദ്ദേഹം ലീവ് എടുത്തത് 1/3/25 മുതൽ 31/3/25 വരെയും 1/6/25 മുതൽ 30/6/25 വരെയുള്ള 61 ദിവസം മാത്രമേ ലീവ് എടുക്കേണ്ടതുള്ളൂ. ഇടയിലുള്ള വെക്കേഷൻ പറഞ്ഞോളൂ. ഇടയിലുള്ള വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. ഏതുപോലെ ഒരു ലീവ് പീരീഡിന്റെ തൊട്ടു മുമ്പേ വെക്കേഷൻ വന്നാൽ പ്രിഫിക്സ് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ലീവ് പീരീഡിന്റെ ശേഷം ഒരു വെക്കേഷൻ വന്നാൽ അത് സഫിക്സ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഒരു വെക്കേഷന്റെ ഇടയിൽ ഒരു ലീവ് പീരീഡിന്റെ ഇടയിൽ ഒരു വെക്കേഷൻ വന്നാൽ വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. പ്രിഫിക്സ്, സഫിക്സ്, ഇന്റർവെയിൻ, 3 സാധനം. സർ, അപ്പോ സമ്മർ വെക്കേഷൻ മാത്രമേ ഉള്ളൂ? വെക്കേഷൻ ഓണം വെക്കേഷൻ മീൻസ് സമ്മർ വെക്കേഷൻ. വെക്കേഷൻ മീൻസ് സമ്മർ വെക്കേഷൻ. ഓണം, ക്രിസ്മസ് ഇതെല്ലാം ഹോളിഡേയ്സ് ആണ്. ഹോളിഡേയ്സ് ഇന്റർവെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ഹോളിഡേയ്സ് ഇന്റർവെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. ടീച്ചേഴ്സിന് മാത്രമല്ലേ ഈ റൂളിന്റെ ഗുണം കിട്ടും? ടീച്ചേഴ്സിന് മാത്രല്ലേ ഈ റൂളിന്റെ ഗുണം കിട്ടും? അവർക്കല്ലേ വെക്കേഷൻ ഉള്ളൂ. അല്ലേ? വെക്കേഷൻ ഉള്ളവർക്കല്ലേ ഈ ഒരു പ്രശ്നം വരുന്നുള്ളൂ. അപ്പോ ഒരു ലീവ് പീരീഡിനിടയിൽ ഒരു വെക്കേഷൻ വന്നാൽ വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം.
ഈ വെക്കേഷൻ ഇന്റർവ്യൂൻ ചെയ്യുക എന്ന് പറയുന്നത് ഏതുപോലെയാണ്? ഒരു ലീവ് പീരീഡിന്റെ തൊട്ടു മുമ്പേ ഹോളിഡേയ്സ് വന്നാൽ, വെക്കേഷൻ വന്നാൽ പ്രിഫിക്സ് ചെയ്യാം. അതേപോലെ ഒരു ലീവ് പീരീഡിന് ശേഷം വെക്കേഷൻ വന്നാൽ സഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ അഫിക്സ് ചെയ്യാം. എന്ന് പറഞ്ഞതുപോലെ ഒരു ലീവ് പീരീഡിനിടയിൽ ഒരു വെക്കേഷൻ വന്നാൽ ഇന്റർവെയിൻ ചെയ്യാം. അത് ഇന്റർവെയിൻ ചെയ്യാവുന്നതാണ്. വെക്കേഷൻ ഡ്യൂട്ടിയായി പരിഗണിക്കും. ഓക്കെ. എന്നാൽ ഏൺ ലീവും വെക്കേഷനും ഒന്നിച്ചു വന്നാൽ 180 ദിവസത്തിൽ കൂടുതൽ ഇദ്ദേഹം ഓഫീസിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല. ഇങ്ങനെ വെക്കേഷനും ഏൺ ലീവ്, അതായത് ഏതൊരു ലീവ് പീരീഡിന്റെ മുമ്പേ വെക്കേഷൻ വന്നാൽ പ്രിഫിക്സ് ചെയ്യാം, ശേഷം വന്നാൽ സഫിക്സ് ചെയ്യാം, ഇടയിൽ വന്നാൽ ഇന്റർവെയിൻ ചെയ്യാം. പക്ഷേ ഇന്റർവെയിൻ ചെയ്യുന്ന വെക്കേഷനും എത്ര ദിവസം? 61 ദിവസം. ഇനി ഏൺ ലീവാണ് ഇങ്ങനെ എടുക്കുന്നതെങ്കിൽ ഏൺ ലീവും ഉൾപ്പെടെയുള്ള കാലയളവ് എത്ര കൂടാൻ പാടില്ല? 180 ദിവസത്തിൽ കൂടാൻ പാടില്ല. 180 ദിവസത്തിൽ കൂടാൻ പാടില്ല. ഏൺഡ് ലീവ് വെക്കേഷൻ സ്റ്റാഫിനല്ലേ ടീച്ചേഴ്സിനുണ്ടാവും. ടീച്ചേഴ്സിന് വെക്കേഷൻ കാലത്ത് വെക്കേഷൻ ട്രെയിനിങ്ങിന് പോയാൽ ഏൺ ലീവ് കിട്ടില്ലേ? അത് പിന്നെ ലീവ് എടുത്തൂടെ? ആ, ലീവ് എടുക്കാം. അതിങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് നമുക്ക് ലീവ് എടുത്തൂടെ? ഏൺ ലീവ് അല്ലേ? അതുപോലെ 3-4 ദിവസം ഉണ്ടാവും. അവധിക്കാല പരിശീലനത്തിന്റെ ഒരു ഇതെല്ലാം ഉണ്ടാവും. ആ, അവധിക്കാല പരിശീലനം, പിന്നെ അതുപോലെ തന്നെ SLCയുടെ ടാബുലേഷൻ, അങ്ങനെ പലതിനും പോയിട്ടുണ്ടാവൂലേ? അത് ലീവായിട്ട് എടുക്കാം, സറണ്ടർ ചെയ്യാനല്ലോ പറ്റും. അല്ലല്ല, ലീവ് എടുക്കുക. ലീവ് ഉള്ളത് കൊണ്ടല്ലേ അത് സറണ്ടർ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ക്രെഡിറ്റിൽ അത് ലീവായി വന്ന് നിൽക്കുന്നത് കൊണ്ടല്ലേ നമുക്കത് വിറ്റ് കാശാക്കാൻ പറ്റുന്നത്. ശരി സാർ. സറണ്ടർ ചെയ്താ പിന്നെ ലീവ് ആക്കാൻ പറ്റില്ലല്ലോ. അത് ശരി, ലീവ് അങ്ങോട്ട് കൊടുത്ത് പൈസ വാങ്ങിച്ചിട്ട് പിന്നെ അത് ലീവ് എടുക്കാൻ പറ്റുമോ? പറ്റുമോ? പറ്റില്ലല്ലോ. സാറേ, അത് 6 ലീവിന് നമ്മൾ 3 ദിവസത്തെ സറണ്ടർ അല്ലേ വാങ്ങുന്നത്? അപ്പൊ ലീവ് എടുക്കുമ്പോ 6 ലീവിന് 6 തന്നെ വാങ്ങുക? എങ്ങനെ? 6 ലീവിന് നമ്മൾ 3 ദിവസത്തെ സറണ്ടർ അല്ലേ വാങ്ങുക? ആ, ഏതാണ്ട് 3 ദിവസമായിരിക്കും. അപ്പൊ ലീവ് ആണെങ്കിൽ എത്ര ഏൺ ലീവ് വന്നു? ലീവ് ആണെങ്കിൽ 6 ലീവ് തന്നെ കിട്ടൂലേ? അതെങ്ങനെ? അതില്ല. 6 ദിവസം ഡ്യൂട്ടി ചെയ്താൽ നിങ്ങൾക്ക് 3 ഏൺ ലീവിനെ അർഹതയുള്ളൂ. പകുതിക്കല്ലേ? ഓക്കെ. പകുതിക്കുന്നുള്ള കണക്കല്ലേ അത്? പിന്നെ 1 മാസത്തെ ഏൺ ലീവ് ആണെങ്കിൽ 15 കിട്ടുക. 1 മാസത്തെ ലീവ് ആണെങ്കിൽ 1 മാസത്തെ ഏൺ ലീവ് ആണെങ്കിൽ സറണ്ടർ ആണെങ്കിൽ 1 മാസം ഏൺ ലീവ് സറണ്ടർ ചെയ്യണമെങ്കിൽ 30 ഏൺ ലീവ് നമ്മുടെ ക്രെഡിറ്റിൽ ഉണ്ടാവണം. ഇപ്പൊ 60 ദിവസം ഡ്യൂട്ടി ചെയ്യണം. 60 ദിവസം ഡ്യൂട്ടി ചെയ്താൽ 30 ദിവസത്തെ ഏൺ ലീവ് വരും നമ്മുടെ ക്രെഡിറ്റിൽ. ഈ 60 ദിവസം ഒന്നിച്ച് ജോലി ചെയ്യണമെന്നില്ല, നമുക്ക് കൂട്ടി കൂട്ടി വെക്കാം. ഈ വർഷം 10 ദിവസം ജോലി ചെയ്തു, 5 ഏൺ ലീവ് കിട്ടിയെന്ന് വിചാരിക്ക്, അവിടെ സൂക്ഷിച്ചു വെച്ചു. 2ാമത്തെ വർഷം സൂക്ഷിച്ചു വെച്ചു. അതുപോലെ തന്നെ പിന്നെ ഒരു 5-6 വർഷം പ്യൂണായിരുന്നു, അല്ലെ സ്കൂളിലെ ക്ലാർക്കായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇയാളെന്തായി? മാഷായി. അപ്പൊ ഇയാള് 5 വർഷക്കാലം വെക്കേഷൻ ഇല്ലാതെ ജോലി ചെയ്തതിന് പകരമായി ഇദ്ദേഹത്തിന് ഏൺ ലീവ് ഉണ്ട്. അയാൾ മാഷാവുമ്പോ അത് എടുക്കാം. അങ്ങനെ ഇപ്പോ അയാൾ അത് എടുക്കുകയാണെങ്കിൽ മറ്റൊരു കണ്ടീഷൻ കൂടെ ബാധകമാണ്. എന്താ ബാധകം? ഏൺ ലീവും വെക്കേഷനും കൂടി
ഒരാൾക്ക് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാവുന്നത് മാക്സിമം 180 ദിവസമാണ്. ഇങ്ങനെ ഏൺ ലീവും വെക്കേഷനും ഉൾപ്പെടെ ഒരാൾക്ക് ഓഫീസിൽ നിന്ന് മാറി നിൽക്കാവുന്ന ദിവസം 180. എന്നാൽ ഒരു ജീവനക്കാരന് അദ്ദേഹം എടുത്ത ഏൺ ലീവ്, വെക്കേഷൻ, കമ്മ്യൂട്ടർ ലീവ് ഇങ്ങനെ ഏൺ ലീവ്, അതിന്റെ കൂടെ കമ്മ്യൂട്ടർ ലീവ്, അതിന്റെ കൂടെ വെക്കേഷൻ, അങ്ങനെയാണെങ്കിൽ ഓഫീസിൽ നിന്ന് മാറി നിൽക്കാവുന്ന ദിവസം 240 കൂടാൻ പാടില്ല. മാറി നിൽക്കുന്ന ദിവസം 240 കൂടാൻ പാടില്ല. ഒന്നുകൂടെ നോക്കാം. ഒരു ലീവ് പീരീഡിനിടയിൽ വെക്കേഷൻ വന്നാൽ വെക്കേഷൻ അറിയും. ഇന്റർവെയിൻ ചെയ്യാം. വെക്കേഷൻ ഇന്റർവെയിൻ ചെയ്യാം. എന്താ ഇന്റർവെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇടയിൽ നിന്ന് എടുത്തു മാറ്റാം, അല്ലേ? ഇനി ഏതൊരു ലീവ് പീരീഡിന്റെ തൊട്ട് മുമ്പേ ഹോളിഡേസ് വന്നാൽ പ്രിഫിക്സ് ചെയ്യാം, ഏതൊരു ലീവ് പീരീഡിന് ശേഷം ഹോളിഡേസ് വന്നാൽ സഫിക്സ് ചെയ്യാം. ശരിയല്ലേ? ഇടയിൽ വെക്കേഷൻ വന്നാൽ ഇന്റർവെയിൻ ചെയ്യാം. പക്ഷെ അതിന് ഒരു ലിമിറ്റ് ഉണ്ട്. എന്താ ലിമിറ്റ്? വെക്കേഷൻ 180 എക്സീഡ് ചെയ്യാൻ പാടില്ല. ലീവും കൂടി 180 കൂടാൻ പാടില്ല. ഏൺ ലീവും വെക്കേഷനും കൂടി 180 ദിവസത്തിൽ കൂടാൻ പാടില്ല ഇദ്ദേഹത്തിന്റെ ലീവ്. അതേപോലെ വെക്കേഷനും ഏൺ ലീവും കമ്മ്യൂട്ടർ ലീവും ചേർത്തെടുക്കുമ്പോൾ അത് 240 കൂടാൻ പാടില്ല. ഏൺ ലീവും വെക്കേഷനും മാത്രമാണെങ്കിൽ 180 കൂടാൻ പാടില്ല. ഏൺ ലീവും വെക്കേഷനും കമ്മ്യൂട്ടർ ലീവും കൂടെ ചേർത്തെടുക്കുമ്പോൾ 240 കൂടാൻ പാടില്ല. സാറേ നമ്മൾ നേരത്തെ കുറെ ലീവ് റൂൾ പറഞ്ഞപ്പോ 150 ദിവസത്തിന് മേലെ ഗവൺമെന്റ് പെർമിഷൻ എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഇതിന് ബാധകാവൂലല്ലേ? അത് എന്തിനാണ് LWA-ക്കല്ലേ ഗവൺമെന്റ് പെർമിഷൻ പറഞ്ഞത്? LW ലീവ് വിത്തൗട്ട് അലവൻസിനല്ലേ അത് പറഞ്ഞത്? ഓക്കെ ഓക്കെ.